നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ ഈ ഒരു ദൃശ്യം കണ്ടു കാണും. മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച് ആ വകുപ്പിന് തന്നെ ഒരു നാണം കെട്ട സംഭവം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അവർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, അവർ സഞ്ചരിക്കുന്ന വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല. ഇത് ചോദ്യം ചെയ്ത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ചോദ്യം ചെയ്ത് ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന ഒരു രംഗം. ആ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഹീറോ പരിവേഷമാണ്. ഈ ഒരു വാർത്ത എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് കൊല്ലം ഓയൂരിലാണ് സംഭവം. അവിടെ വാഹന പരിശോധന നടത്തുകയായിരുന്നു ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ. അവർ വാഹനത്തിലെത്തി അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയുള്ള കടയിലെ ഒരാളാണെന്നാണ് പറയുന്നത്. ആ ആള് ഏതാന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇതേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ ഒരു പിഴ ചുമത്തിയിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 5000 രൂപയാണ് അദ്ദേഹത്തിന് പിഴ അടയ്ക്കേണ്ടി വന്നത്. വീണ്ടും അതേ സ്ഥലത്ത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നായകനായിട്ട് ഉള്ള ആ ഒരാൾ അദ്ദേഹം എംപരിവാഹനിൽ കയറി ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ വണ്ടി നമ്പർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തു. അപ്പോഴാണ് അറിയുന്നത് പുക പരിശോധനയുടെ കാലാവധി കഴിഞ്ഞ ഒരു വാഹനത്തിലാണ് ഇവർ ഈ ആളുകൾക്കിടയിൽ പരിശോധനയുമായി എത്തിയിരിക്കുന്നത്. അത് ആണ് ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ചോദ്യം ചെയ്തത്. ആദ്യം അവർ പറഞ്ഞത് ഭൂപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല, ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മുങ്ങാൻ നോക്കിയതാണ്. പക്ഷേ ഈ ഒരു യുവാവിൻ്റെ, ഈ ഒരു വ്യക്തിയുടെ തൻ്റെ ഇടത്തോടുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ ഒടുവിൽ ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് പിഴ അടയ്ക്കേണ്ടി വന്ന ഒരവസ്ഥ. നമുക്ക് ആ വീഡിയോ കണ്ടല്ലോ. അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാറിന്റെ അടി വണ്ടിക്ക് അടിക്ക്, നമുക്ക് എല്ലാവർക്കും 10,000 20,000 രൂപ വെക്കാൻ നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5000 രൂപ വിനയാൻ അടിച്ചത്. 5000 രൂപ ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാറവിടെ നിക്ക്. എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? വേണ്ട, ഇത് 25-ാം തീയതി തീർന്നിട്ടുണ്ട്. ജനുവരി, ഇത് ഫെബ്രുവരിയാ. രാവിലെ ഇവിടെ വന്ന് കിടന്ന് 1000, 2000, 3000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. ഒന്ന് അടിച്ചു നോക്കി സാറ്. എന്നാ തീർന്നിട്ടുള്ള 2000 രൂപ അടിക്കുക അങ്ങോട്ട്. അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ഇയാൾ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ചങ്കൂറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ്.